കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനനായി തിരച്ചിൽ പുരോഗമിക്കുന്നു. ഗംഗാവലി പുഴയിൽ ബൂം യന്ത്രം ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിച്ചു. റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഷിരൂരിലെത്തും. ലക്ഷ്മണയുടെ കട സ്ഥിതി ചെയ്തിരുന്ന ഭാഗം കേന്ദ്രീകരിച്ചാണ് ബൂം യന്ത്രം ഉപയോഗിച്ച തിരച്ചിൽ നടത്തുന്ന. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എല്ലാ ദിവസവും ഈ പരിശോധന നിർണായകം എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ പരിശോധനയിൽ കാര്യമായി ഒന്നും കണ്ടെത്തുന്നില്ല. എന്തായാലും കരസേന അവരുടെ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. പുതിയൊരു യന്ത്രം ഉപയോഗിച്ച് ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കരസേന എന്താണ് മാധ്യമങ്ങളോട് പങ്കുവെക്കുന്നത്? ഈ തിരച്ചിലിൽ എന്തായാലും എന്തെങ്കിലും കണ്ടെത്തും എന്ന പ്രതീക്ഷയിലാണോ കരസേന? അനിൽ നമ്പ്യാർ, ഇപ്പോൾ ഈ ബൂം ലെങ്ത് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമൊക്കെയായി തിരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ കൃത്യം ഒരു 11:45 കൂടെ ആയിരുന്നു ഈ യന്ത്രം ഈ നദിക്കരയിലേക്ക്, അപകടം നടന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് കൂടുതൽ ആഴത്തിൽ ഇതിൻ്റെ ബക്കറ്റ് ഇറക്കി പുഴയിലേക്ക് ഉൾപ്പെടെ ഇറക്കി പരിശോധന നടത്താൻ കഴിയുമെന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ മണ്ണ് ഇടിഞ്ഞ് വന്ന് പുഴ ഭാഗത്തേക്ക് ഈ മണ്ണ് വീണിരിക്കുന്ന ഭാഗത്ത് ഒരു സ്ലോപ്പ് പോലെയാണുള്ളത്. ആ സ്ലോപ്പിൽ സാധാരണ നമുക്ക് ഈ JCBയോ മറ്റോ ഹിറ്റാച്ചിയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തുകയാണെങ്കിൽ അത് കാര്യമായി അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും, പ്രത്യേകിച്ച് വെള്ളത്തിലേക്ക് ഉൾപ്പെടെ അതിൻ്റെ ബക്കറ്റ് ഇറക്കിയൊന്നും മണ്ണ് തോണ്ടിയെടുക്കാനോ മറ്റോ കഴിയില്ല. പക്ഷേ ഈ ബൂം ലെങ്ത് എക്സ്കവേറ്റർ ഉപയോഗിക്കുമ്പോൾ കൂടുതലായും ഇത്തരത്തിൽ ഉള്ളിലേക്ക് ഇറക്കി, വെള്ളത്തിലേക്ക് ഉൾപ്പെടെ അതിൻ്റെ ബക്കറ്റ് ഇറക്കി അവിടെ നിന്നും മണ്ണ് കോരിയെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അത്തരത്തിലൊരു പരിശോധന തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പരിശോധനയിലൂടെ നിർണായക വിവരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. നേരത്തെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ദിവസവും വളരെ നിർണായകമാണെന്ന് മാധ്യമങ്ങൾ നൽകുന്നതാണ്. പക്ഷേ എങ്കിലും ഈ സാധ്യമായ എല്ലാ തലങ്ങളും പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴേതായാലും ഈ ബൂം ലെങ്ത് എക്സ്കവേറ്റർ എന്ന ഈ അത്യാധുനിക ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇതിൽ തന്നെ ഈ ഒരു യന്ത്രം മാത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതുപയോഗിച്ച് നടത്തുന്ന ഈ പരിശോധന അത് കൂടുതൽ വിജയകരമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ലീഡെങ്കിലും, എന്തെങ്കിലും നിർണായക വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള 1-2 യന്ത്രം കൂടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയും ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ കാർവാറിലെ MLA ആയ സതീഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഒപ്പം തന്നെ ഇത് കൂടാതെ ഈ ഒരു ബൂം ലെങ്ത് എക്സ്കവേറ്റർ കൂടാതെ ഡ്രോൺ ഉൾപ്പെടെയുള്ള AI സംവിധാനങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ നദിക്ക് മധ്യത്തിലായിട്ടുള്ള മൺകൂന, ആ മൺകൂനയ്ക്കടിയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2 റഡാർ പരിശോധനയിലും 2 പരിശോധനകളിൽ സമാന രീതിയിൽ അവിടെ ഒരു ലോഹവസ്തു ചെളിക്കടിയിൽ പൂന്ന് കിടക്കുന്നുണ്ട് എന്ന തരത്തിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശോധനകൾ, അതും കൃത്യമായ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന. ലോഹ സാന്നിധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നു എന്ന് പറയുന്നു. പക്ഷേ അവിടുത്തെ ഷിരൂരിലെ ആ പ്രദേശത്തെ മണ്ണിൽ ലോഹ കണ്ടൻ സാന്നിധ്യം ഉണ്ട് എന്ന ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആശയക്കുഴപ്പത്തിന് ഇടയാക്കില്ലേ? തീർച്ചയായും. മുൻപ് നമുക്കറിയാം ഈ റഡാർ പരിശോധനയിലൊക്കെ പലയിടത്തും ഇത്തരത്തിൽ ഈ ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്നായിരുന്നു ഈ പലയിടത്തും പരിശോധനകൾ ദൗത്യസംഘം നടത്തിയത്. പക്ഷേ 3-4 ഒക്കെ ഇടങ്ങൾ മാർക്ക് ചെയ്ത് അവിടങ്ങൾ തോണ്ടി നോക്കിയൊക്കെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അത്തരം ഭാഗങ്ങളിലൊന്നും കണ്ടില്ല. അതായത് ഈ ലോഹം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് മണ്ണിൽ, ഇതൊരു എക്കൽ മണ്ണായതുകൊണ്ട് എക്കൽ മണ്ണിലുള്ള ലോഹ സാന്നിധ്യമാണ് എന്ന തരത്തിലാണ് പിന്നീട് അവർ അതൊരു അനുമാനത്തിൽ ഉണ്ടായത്. ഇപ്പോഴേതായാലും ഇതിൽ പറയുന്നതാണെങ്കിൽ മണ്ണിലെ ലോഹ സാന്നിധ്യമാണെന്നുള്ള കാര്യത്തിൽ ഏതായാലും ഉദ്യോഗസ്ഥർ, സൈനിക വൃത്തങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവർ പറയുന്നത് 2 സാധ്യതകളാണ് പറയുന്നത്. ഒന്ന്, മുകളിലുണ്ടായിരുന്ന ടവർ, നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും, അവിടെ ഒരു ടവർ മറിഞ്ഞു കിടക്കുന്നത്, അത്തരത്തിലൊരു ടവർ ഇതിനകത്ത് വന്ന് ഇതിനടിയിൽ പൂന്ന് കിടക്കുന്നതാവാനുള്ള ഒരു സാധ്യതയാണ്. രണ്ടാമത് സാധ്യതയായിട്ട് പറയുന്നത് അത് അർജുൻ്റെ ലോറിയും അർജുനും തന്നെ ആയിരിക്കും എന്ന തരത്തിലാണ് നിലവിൽ സൈനിക വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഏതായാലും ഈ ഗംഗാവലി പുഴയിലെ ഈ റഡാർ
സിഗ്നൽ ലഭിച്ച അതേ ഇടത്ത് തന്നെയാണ് ഈ സോണാർ സിഗ്നലും കഴിഞ്ഞ ദിവസം ലഭിച്ചത്. അപ്പോൾ ഈ 2 സിഗ്നൽ ലഭിച്ചിരിക്കുന്നു ഈ മേഖലയിൽ എന്തോ ഒരു ലോഹ സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞ്. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് അവിടെ ഇത്തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടത്താനുള്ള നീക്കം. ഇന്നിപ്പോൾ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ മണ്ണുമാന്തി യന്ത്രം, വലിയ ബക്കറ്റോട് കൂടിയുള്ള മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള തെരച്ചിൽ മാത്രമാണുള്ളത്. നാളത്തേക്കാണ് കുറച്ചുകൂടി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കും എന്ന് അറിയിച്ചിട്ടിരിക്കുന്നത്. അത് ഒന്ന്, ഇതിൻ്റെ ഈ സിഗ്നലുകൾ കൃത്യമായി അറിയുന്നതിനും മറ്റുമൊക്കെയായി ഡ്രോൺ സാന്നിധ്യമാണ് അവർ ഉപയോഗിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ഡ്രോണുകൾ ഏതായാലും മുതിർന്ന ഡൽഹിയിൽ നിന്ന് എത്തിക്കേണ്ട ഈ സിസ്റ്റം വ്യോമമാർഗം കൊണ്ടുവരേണ്ടെന്ന വിദഗ്ധ ഉപദേശത്തെ തുടർന്ന് രാജധാനിയിൽ റെയിൽ മാർഗമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടെ ഈ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് സൈനിക വൃത്തങ്ങൾ പറയുന്നത്. എലീന എന്നൊരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചാണ് ഈ ലോറി കണ്ടെത്താനുള്ള ദൗത്യം നാളെ ഏതായാലും നടക്കുക. ഈ ആധുനിക ഉപകരണങ്ങൾ ആണ് എന്തായാലും ഇനിയുള്ള ഈ പരിശോധനയിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിക്കുന്ന കാര്യം. ഏതായാലും നിർണായകം എന്ന വാക്ക് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിർണായകത്തിലുപരി ഇനിയുള്ള പ്രതീക്ഷ എന്നുള്ളത് അത് ഈ ഒരു ആധുനിക ഉപകരണങ്ങളിൽ തന്നെയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്നതിലാണ്. അതിൽ തന്നെ 2.5 കിലോമീറ്റർ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു 20 മീറ്റർ ആഴത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന ഉപകരണമാണ് ഈ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നുള്ളതാണ് ഇതിന് ഈ സിസ്റ്റം ഉപയോഗിക്കാനും മറ്റുമൊക്കെ പ്രാവീണ്യമുള്ള ആളുകൾ പറയുന്നത്. പാലക്കാട് നിന്ന് മുതിർന്ന സൈനിക റിട്ടയർ ഉദ്യോഗസ്ഥൻ തന്നെ ഇതിനു വേണ്ടി എത്തുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടെ തന്നെ ബംഗളൂരുവിലേക്ക് എത്തിയിരുന്നു. ബംഗളൂരുവിൽ നിന്ന് പിന്നീട് ഇപ്പോൾ ഗോവയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നും ഇതിൻ്റെ സാങ്കേതിക വിദ്യ എങ്ങനെ ഉപയോഗിക്കണം മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇന്ന് വൈകിട്ടോടുകൂടെയോ നാളെ രാവിലെ അദ്ദേഹം എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയോടുകൂടെ ആയിരിക്കും ഏതായാലും ഈ സിസ്റ്റം ഉപയോഗിച്ചുള്ള പരിശോധനകളും മറ്റുമൊക്കെ നാളെ നടക്കുക. ഇന്നിപ്പോൾ ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മണ്ണ് ഇങ്ങനെ സ്ലോപ്പ് പോലെ കിടക്കുന്നുണ്ട്. ദൃശ്യങ്ങളിലാണ് കാണാം. നദിയിലും അതുപോലെ തന്നെ റോഡിലുമായി ടച്ച് ചെയ്ത് 2 ഭാഗത്തായിട്ട് ഇങ്ങനെ സ്ലോപ്പ് പോലെ കിടക്കുന്നുണ്ട്. ഈ ഭാഗം കേന്ദ്രീകരിച്ച് പുതിയ ആ ഒരു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്തെയുള്ള പരിശോധനയാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. അതുകൂടാതെ നദിയിൽ മറ്റ് നേവി അംഗങ്ങളും മറ്റ് ദൗത്യ സംഘങ്ങളും നദിയിലും പരിശോധനകൾ നടത്തുന്നുണ്ട്. പലവിധ ഉപകരണങ്ങൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നദിയിലേക്കൊരു പ്രത്യേക ഉപകരണങ്ങളും മറ്റുമൊക്കെ അവരുടെ പക്കലുള്ള ഉപകരണങ്ങളും മറ്റും ആഴ്ത്തിക്കൊണ്ട് ആ നദിയിൽ ഏതെങ്കിലും തരത്തിൽ സാന്നിധ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ കുറേ ദിവസമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വസ്തുക്കൾ പൊങ്ങി വരാനോ മരത്തടികൾ ഉൾപ്പെടെ ആ ലോറിയിലുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ മുകളിലേക്ക് പൊങ്ങി വരുന്നതിനൊക്കെ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഈ നദിയുടെ മുകൾ തട്ടിലും അടിത്തട്ടിലും ഒക്കെ ആയിട്ട് പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പരിശോധനകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഷിലൂരിൽ ഉള്ളത്. അതിൽ അടുത്ത ദിവസം നടക്കുന്ന ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ചുൾപ്പെടെയുള്ള പരിശോധന ഏതായാലും പ്രധാനം തന്നെയായിരിക്കും. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലീഡ് ലഭിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. രണ്ടാമതുള്ളത് ഈ പുതിയതായി കൊണ്ടുവന്ന മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ്.